റൗണ്ടിൽ അടുത്ത അവസരം വരുന്നത് ജിബിക്കാണ്. ജിബി, ടൈം സ്റ്റാർട്ട്സ് നൗ. 35 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയുണ്ടായിരുന്നു. കൊച്ചിയിലൊരു വനിതാ സ്കൂട്ടർ ഓടിക്കുന്നു. തുടരാം. വായിച്ചോളൂ, മഹിമ വായിച്ചോളൂ. സ്കൂട്ടർ ഓടിക്കുന്നു. അന്നത്തെ സ്റ്റൈലൻ പയ്യന്മാർ ബെൽബോട്ടവും ഇട്ട് സൈക്കിളിൽ മാത്രം കറങ്ങി നടക്കുമ്പോൾ ആ വാർത്ത ഒരു വലിയ വാർത്തയായിരുന്നു. കാലമേറെ മാറി കാഴ്ചകളും. അക്കാലത്ത് വാർത്തയല്ലാതായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മലയാളികൾക്ക് ചൂടുള്ള വാർത്തയാണ്. പലതും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളായി വളർന്ന് വാ പിളർന്ന് വിഴുങ്ങാനൊരുങ്ങുന്നു. മാലിന്യ പ്രശ്നം, പച്ചക്കറിയിലെ വിഷം, കുടിവെള്ള പ്രശ്നം, പൊണ്ണത്തടി, ഇതിൽ പല വാക്കുകളും അന്ന് ജനിച്ചിട്ട് കൂടിയില്ല. 30 പതിറ്റാണ്ട് മുമ്പ് ആരും കാറിന്റെ പിറകിൽ നാറുന്ന മാലിന്യം നിറച്ച കൂടുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല. ഒരു കള്ളനെ പോലെ ഇരുവശവും നോക്കി റോഡരിയിലേക്ക് ഭക്ഷണത്തിന്റെ അവശിഷ്ടവും മറ്റും വലിച്ചെറിഞ്ഞിരുന്നുമില്ല. ഒരു പണിമുടക്കിനും അടുക്കളയിൽ ഹർത്താലുണ്ടാക്കാൻ കഴിയുകയില്ലായിരുന്നു. പറമ്പിലൊന്ന് കറങ്ങി നടന്നാൽ തന്നെ തോരനും കറിക്കുള്ള പച്ചക്കറികൾ കിട്ടും. ആഹാരത്തിൽ ഇത്രയും വിഷം നിറഞ്ഞിരുന്നില്ല. അന്നത്തെ ആൾക്കാർ കുടിവെള്ളത്തിന് ഇത്രയും വലുത് വിലയുണ്ടാകുന്നു. എന്തായാലും ഒരു വലിയ മത്സരം തന്നെ. ഇത്തവണ ബ്ലോക്ക് വിളിക്കാൻ എല്ലാവരും ശ്രമിച്ചു, പക്ഷേ ഭാര്യ മാത്രം മിണ്ടിയില്ല. അത് എനിക്ക് തോന്നുന്നു ഭർത്താവ് മുഴുവൻ വായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും ആ ഭാഗ്യത്തിന്റെ എലമെന്റ് തുണച്ചത് എബിനെയാണ്. മാത്രമല്ല എബിൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം വായിച്ചതും. വീണ്ടും അതുകൊണ്ട് ഈ റൗണ്ടിലെ 5 പോയിന്റുകൾ കൂടി എബിൻ സ്വന്തമാക്കുന്നു. അഭിനന്ദനങ്ങൾ. സ്പെൽ ചെക്ക് റൗണ്ടിൽ അവസാന അവസരം വരുന്നത് മഹിമയ്ക്കാണ്. മഹിമ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യുവത്വം മുഴുവൻ അർമാദിച്ചു തീർത്ത മുടിയിൽ വെള്ളയടിക്കുമ്പോൾ വെള്ളിയടിക്കുമ്പോൾ ബേജാറോടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടുക. ഇതാണ് ശരാശരി മലയാളിയുടെ ഒരു പോളിസി. കണ്ണെത്തുന്നിടത്ത് കയ്യെത്താത്ത കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ വേവലാതിയാണ്. അതുകൂടി ചേർത്താണ് യൗവനത്തിൽ അടിച്ചു പൊളിക്കുന്നത്. ആസ്വദിച്ച് തീർത്ത യൗവനത്തെ ഓർത്ത് ഊന്നുവടി കയ്യിലെടുക്കുവാൻ തയ്യാറാകുന്നവർ കേൾക്കുക. കാലം മാറുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. സമ്പത്ത് കാലത്ത് 4 കാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കളോട് ഡേ പയ്യൻസ് നിന്റെ പണി നോക്കടേ എന്ന് പറഞ്ഞ് ഓൾഡ് ഏജും അടിച്ചു പൊളിക്കാം. കുറച്ച് കാശ് പിടിച്ചാൽ പരസഹായമില്ലാതെ സൂപ്പർ അപ്പൂപ്പന്മാരായി വിലസാൻ സഹായിക്കുന്ന ഒരുപടി ഐറ്റംസ് മാർക്കറ്റിലുണ്ട്. പ്രായം കൊണ്ടുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ സഹായിക്കുന്നതും എന്നാൽ ഒറ്റയ്ക്ക് തന്നെ ഉപയോഗിക്കാവുന്നതുമായ ഉപകരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അടുക്കളയിലും ബാത്റൂമിലും കിടപ്പുമുറിയിലും സഹായിക്കുവാൻ വിവിധ ഉപകരണങ്ങൾ റെഡിയാണ്. കുനിയാതെയും ആയാസപ്പെടാതെയും ഓരോ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഈ ന്യൂ ജനറേഷൻ ഐറ്റംസ് പറ്റിയ കൂട്ടാകും. വിദേശ രാജ്യങ്ങളിൽ പ്രായമായവരെ സഹായിക്കാൻ മക്കൾ ഉണ്ടാകില്ലല്ലോ. അതിനാൽ തങ്ങളുടെ പരിപാടികൾ അവർ സ്വയം ചെയ്യും. ഇവിടെയും കാര്യങ്ങൾ ആ വഴിക്കൊക്കെയാണല്ലോ നീങ്ങുന്നത്. ഇന്ത്യൻ നഗരങ്ങളിലും ഇപ്പോൾ ഓൾഡ് ഡീസൻ്റ് ഐറ്റംസും ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് വിളിച്ച് ആ അവസരം സ്വന്തമാക്കിയത് മഹിമയാണ്. ഇപ്പോൾ മഹിമയ്ക്കാണ് ആ ഭാഗ്യത്തിന്റെ എലമെന്റായി 2 പോയിന്റുകൾ ലഭിക്കുന്നത്. പക്ഷെ ഗംഭീരമായി മലയാളം കൈകാര്യം ചെയ്യുന്ന ആളാണ് എബിൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. വീണ്ടും എബിൻ 3 പോയിന്റുകൾ കൂടി സ്വന്തമാക്കുന്നു. അഭിനന്ദനങ്ങൾ. സ്പെൽ ചെക്ക് റൗണ്ടിൽ എല്ലാവരുടെയും അവസരങ്ങൾ അവസാനിക്കുകയാണ്. 60 മിനിറ്റ്സിന്റെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. റൈറ്റ് ഈസ് റോങ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരാൾ ചോദ്യം ചോദിച്ചാൽ ശരിയായ ഉത്തരം നൽകണമെന്ന് നിർബന്ധമില്ല, അല്ലേ? അപ്പോൾ ശരിയായ ഉത്തരം ഇവിടെയും നൽകാൻ പാടില്ല. സത്യസന്ധത തീരെ പാടില്ല. നിങ്ങൾ ഉത്തരങ്ങൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 വേർഡ് ആൻസേഴ്സ് പാടില്ല. അല്ല, അതെ എന്നൊന്നും പറയരുത്. നെഗറ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ തരരുത്. അതായത് ഞാൻ പോയിട്ടില്ല, വന്നിട്ടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വളരെ പോസിറ്റീവായി ചിരിപ്പിക്കുന്ന ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുക. ഏതായാലും ജിബിയുടെ അവസരം ആരംഭിക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്നാ കല്യാണം കഴിഞ്ഞേ? മിനിഞ്ഞാന്ന്. വീണ്ടും തെറ്റിപ്പോയിരിക്കുകയാണ്. ജിബി സത്യം പറഞ്ഞ വളരെ ശീലമുള്ള ആളാണ്. കാരണം കള്ളമൊന്നും പറയാൻ അറിയില്ല എന്നുള്ളത് ജിബി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സാരമില്ല ജിബി, എന്തായാലും ജിബി ഔട്ടായി പോവാണ്. കള്ളം പറയാൻ ശീലമുണ്ടോ ജോജോയ്ക്ക് എന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം ആയിരിക്കുകയാണ്. ജോജോ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എവിടെയാണ് ജോജോയുടെ വീട്? എനിക്ക് ഫുട്ബോൾ കളി ഭയങ്കര ഇഷ്ടമാണ്. ജോജോ ഒരു സുന്ദരനാണല്ലോ. ചേച്ചി ഭയങ്കര സുന്ദരിയാണ്. അതെനിക്ക് തോന്നുന്നൊരു കോംപ്ലിമെന്റ് അല്ലേ? ജോജോയുടെ ഭാര്യയുടെ പേരെന്താ? ഇന്നലെ ഞാൻ ചപ്പാത്തി കഴിച്ചായിരുന്നു. എന്താ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്? മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇടുക്കിയില്ല. ഇന്ത്യയുടെ തലസ്ഥാനം എന്താണ്? ലണ്ടനിൽ പോയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 60 മിനിറ്റ്സിൽ പങ്കെടുക്കാൻ വന്നത് എങ്ങനെയാണ്? ഇന്നലെ ഞാൻ പൊറോട്ട കഴിച്ചായിരുന്നു. പൊറോട്ടയ്ക്ക് എന്താണ് കറി കൂട്ടിയത്? മിനിഞ്ഞാന്ന് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആ ചേച്ചിയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ എത്ര ചേച്ചിമാരുണ്ട്? ഫുട്ബോൾ കളിക്കും അർജന്റീനൻ ടീമിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അർജന്റീനയിലെ ടീമിന്റെ ക്യാപ്റ്റന്റെ പേരറിയാമോ? സച്ചിൻ തെണ്ടുൽക്കർ ഏറ്റവും നല്ല ക്രിക്കറ്റ് കളിക്കാരനാണ്. പിന്നെ അത് ചുമ്മാ കള്ളം പറഞ്ഞതല്ലേ? ധോനി ആണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. മാറാൻ സാധ്യതയുണ്ടോ ധോനി? രാഹുൽ ദ്രാവിഡ് വിരമിച്ചു. എന്നാ വിരമിച്ചത്? സച്ചിൻ തെണ്ടുൽക്കറിന്റെ 1000 സെഞ്ചുറി
അടിക്കാൻ ചാൻസ് ഇല്ല. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോജോ കഷ്ടമായി പോയി. ജോജോ ദയനീയമായിട്ട് അവസാന നിമിഷം ഔട്ടായി പോയി. പക്ഷെ ജോജോ ഒരു മിടുക്കനാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ മഹിമ വീട്ടിൽ ചോദിക്കുന്നതിനൊക്കെ? ഉണ്ടോ? മൈക്കിൽ കൂടെ പറയാം. ഏതായാലും സാരമില്ല ജോജോ. ജോജോ വളരെ നന്നായിട്ട് ചെയ്തു വന്നു. അപ്പോൾ ജോജോയുടെ ഉത്തരങ്ങൾ പ്രേക്ഷകരെയും എന്നെയും ഒക്കെ രസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 പോയിന്റുകൾ ബോണസ് ഉള്ള പോയിന്റ് ജോജോയ്ക്ക് നൽകുകയാണ്. അഭിനന്ദനങ്ങൾ. റൈറ്റ് ഈസ് റോങ് റൗണ്ട് തുടരുകയാണ്. വീണ്ടും ഒരുപാട് കള്ളങ്ങൾ പറയാൻ, ബന്ധമില്ലാത്ത ആൻസേഴ്സ് പറയാനായിട്ട് എത്തുന്നത് എബിനാണ്. എബിൻ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എബിൻ കോൺഫിഡൻ്റ് ആണോ? ചേച്ചിയുടെ മാല നല്ല രസമുണ്ട്. എൻ്റെ മാല മാത്രം, എൻ്റെ കമ്മൽ നല്ല ഭംഗിയല്ലേ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ലതാണ്. 60 മിനിറ്റ്സ് ഇഷ്ടമാണോ? എല്ലാ ദിവസവും ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട്. എന്തൊക്കെയാ പുസ്തകങ്ങൾ വായിക്കുക? നന്നായിട്ട് കുളിക്കും, നന്നായിട്ട് കളിക്കും, നന്നായിട്ട് ചിരിക്കും. ഓ, ചിരി നന്നായിട്ടുണ്ട്. ഏതായാലും ഭാര്യയുടെ പേരെന്താ? ഫുഡ് കഴിക്കാൻ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. എന്താണ് രാവിലെ കഴിച്ചത്? ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ശീലമുണ്ട്. അച്ഛൻ്റെ പേരെന്താ? മമ്മി സോഫ്റ്റ് ആണ്. അച്ഛൻ സോഫ്റ്റ് അല്ലേ? എൻ്റെ ഭാര്യ നല്ലവളാണ്. അതൊരു കള്ളമാണോ സത്യമാണോ എന്ന് തീർത്ത് പറയാൻ പറ്റുമോ? പപ്പ പതിവായി ദേഷ്യപ്പെടാറില്ല. ദേഷ്യപ്പെടാറില്ല എന്ന പപ്പായുടെ ആ നല്ല ഗുണം പറഞ്ഞ് ഇവിടെ നിന്ന് ഔട്ടായി പോവുകയാണ്. എന്തായാലും വളരെ സോഫ്റ്റായിട്ട്, വളരെ സ്വീറ്റായിട്ട്, ഏതായാലും ഭാര്യയ്ക്ക് ഒരു കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ വളരെ നല്ലതാണെന്ന് എബിൻ ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ സ്വീറ്റ് ആൻസേഴ്സിന് തീർച്ചയായിട്ടും ആ ഒരു 2 പോയിന്റ് ബോണസ് തരാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അപ്പോൾ എബിനും 2 പോയിന്റുകൾ സ്വന്തമാക്കുന്ന അഭിനന്ദനങ്ങൾ. അപ്പോൾ ഈ റൗണ്ടിൽ 3 പേര് കഴിഞ്ഞതിൽ ആരും ഇതുവരെ 5 പോയിന്റ് സ്കോർ ചെയ്തിട്ടില്ല. ആ അവസരം മഹിമേനെയാണ് നോക്കിയിരിക്കുന്നത്. മഹിമ സ്കോർ ചെയ്യണം. മഹിമ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡിയാണോ? ഞാൻ രാവിലെ പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ എല്ലാ ദിവസവും പോകുമോ? എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് വെറുതെ കള്ളം പറഞ്ഞല്ലേ? എനിക്ക് ചിക്കൻ ബിരിയാണി വെക്കാൻ നന്നായിട്ട് അറിയാം. എന്താ മീൻ കറി വെക്കുവോ? ഞങ്ങൾ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നേ. അപ്പം മിനിങ്ങാന്നോ? ഞങ്ങൾ ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചു. പപ്പായുടെ പേരെന്താ? ഞങ്ങൾ ന്യൂ ഇയറിന് പടക്കം പൊട്ടിച്ചായിരുന്നു. നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടിൽ? എൻ്റെ വീടിന് 3 ബെഡ്റൂം ഉണ്ട്. ബാക്കി ഡ്രോയിങ് റൂം ഒക്കെ ഉണ്ടോ? എനിക്ക് പൂന്തോട്ടം ഭയങ്കര ഇഷ്ടമാണ്. പൂന്തോട്ടത്തിൽ എന്തൊക്കെ ചെയ്യും? എനിക്ക് ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആണ്. അതെന്താ ബ്ലാക്ക് ഇഷ്ടമല്ലാത്ത? എനിക്ക് കലാഭവമണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏതൊക്കെ നടന്മാരെ ഇഷ്ടമാണ്? എനിക്ക് തിരുവനന്തപുരം സ്ഥലവും ഇഷ്ടമാണ്. നിങ്ങൾ എവിടെയൊക്കെ ടൂർ പോയി? ഞങ്ങൾ നാളെ കൂട്ടുകാരടുത്ത് മൂന്നാറിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാറിന് മാത്രമേ പോകുന്നുള്ളൂ നിങ്ങൾ? ഞങ്ങൾ ഇന്നലൊരു സിനിമ ഉണ്ടായിരുന്നു. ഏത് സിനിമയാണത്? അബ്ദുൽ കലാമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തടിയെ കണ്ടെന്ന് ജോജോ പറഞ്ഞത് ശരിയാണോ? 60 മിനിറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമ്മാനം അടിക്കുവോ? കിരൺ ടിവിയിലെ എല്ലാ അവതാരകരും ഭയങ്കര സ്മാർട്ടാണ്. അത് ചുമ്മാ പറഞ്ഞതല്ലേ? 60 മിനിറ്റ്സ് വരാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളെ വെറുതെ സുഖിപ്പിച്ചതാണോ? എൻ്റെ പപ്പായും മമ്മിയും വളരെ നല്ലവരാണ്. ശ്വാസം വിടാതെയല്ലേ മഹിമ മറുപടി പറയുന്നത്? എൻ്റെ വലിയച്ഛനും വലിയമ്മയും ഇന്നലെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. 1 മിനിറ്റ് തികയ്ക്കുവോ? ഇന്നലെ പുട്ടും കടലയായിരുന്നു ഞാൻ കഴിച്ചത്. ടൈം അപ്പ്. വണ്ടർഫുൾ. എനിക്ക് വരെ ശ്വാസം മുട്ടിപ്പോയി. ഇങ്ങനെയാണോ ജോജോ വീട്ടിലും? മൈക്കടുത്ത് പറയാം. അപ്പോൾ ഏതായാലും മഹിമ 1 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു സക്സസ് ആണ്. ഏതായാലും അത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തോ ചെയ്യാതെ എന്തായാലും തികച്ചു. അങ്ങനെ 5 പോയിന്റുകളും കൂടത്തിലുള്ള 2 പോയിന്റുകളും അടക്കം 7 പോയിന്റുകളാണ് മഹിമ സ്വന്തമാക്കുന്നത്. അഭിനന്ദനങ്ങൾ. റൈറ്റ് ഈസ് റോങ് റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ക്യാൻ യു റിമെമ്പർ? ക്യാൻ യു റിമെമ്പർ റൗണ്ടിൽ നിങ്ങളുടെ ഓർമ്മശക്തി ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നേഴ്സുമാരൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല ഓർമ്മശക്തി ഉള്ളവരാണ്. കൃത്യസമയത്ത് മാത്രമേ നിങ്ങൾ മെഡിസിനൊക്കെ കൊടുക്കാറുള്ളൂ, ശരിയല്ലേ? കൃത്യ ഡോസ്, കൃത്യസമയം, ഒന്നും തെറ്റാറില്ല. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും. നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് വാക്കുകളാണ് ഇവിടെ പറയേണ്ടത്. നമ്മൾ ആരംഭിക്കുന്നത് ജിബിയിലാണ്. ജിബി ഒരു വാക്ക് പറയും, അതിനുശേഷം എബിൻ പറയുമ്പോൾ ഭാര്യ പറഞ്ഞ വാക്ക് കൂട്ടിച്ചേർത്ത് മാത്രമേ പറയാവുള്ളൂ. ജോജോ പറയുമ്പോൾ ഇവർ 2 ആളും പറഞ്ഞ വാക്കിന് ശേഷം 3ാമത്തെ വാക്കായിട്ട് പറയുക, അങ്ങനെ തുടരുക. അപ്പോൾ തെറ്റിയാൽ നമ്മൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാക്കും. ഓക്കെ, അങ്ങനെ എത്രത്തോളം പോകുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടോപ്പിക് ഇതാണ്. ഓപ്പറേഷൻ തിയേറ്റർ. സ്റ്റാർട്ട്. ഗൗൺ പേഷ്യന്റ്. ഗൗൺ പേഷ്യന്റ് മൈക്രോപോർ. ഗൗൺ പേഷ്യന്റ് മൈക്രോപോർ കത്തി. ഗൗൺ പേഷ്യന്റ് മൈക്രോപോർ കത്തി സ്റ്റാൻഡ്. ഗൗൺ പേഷ്യന്റ് മൈക്രോപോർ കത്തി ഡോക്ടർ. സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് പറയാൻ സാധിച്ചില്ല, അതുകൊണ്ട് എബിൻ ഔട്ടാവുകയാണ്. ജോജോയ്ക്ക് തുടരുന്നു. ഗൗൺ പേഷ്യന്റ് മൈക്രോപോർ കത്തി സ്റ്റാൻഡ് പേഷ്യന്റ്.
പേഷ്യന്റ് ഉണ്ടായിരുന്നതാണ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കൊണ്ട് ജോജോയും ഔട്ടായി പോവുകയാണ്. മഹിമയ്ക്ക് പാസ് ചെയ്യുന്നു. ഗൗൺ, പേഷ്യന്റ്, മൈക്രോപോർ, കത്തി, സ്റ്റാൻഡ്, ബ്ലേഡ്. ഗൗൺ, പേഷ്യന്റ്, മൈക്രോപോർ, സ്റ്റാൻഡ്. തെറ്റിപ്പോയിരിക്കുകയാണ്, കത്തിയാണ്. മഹിമയ്ക്ക് വീണ്ടും പറയാം. ഗൗൺ, പേഷ്യന്റ്, മൈക്രോപോർ, കത്തി, സ്റ്റാൻഡ്, ബ്ലേഡ്. ഒരെണ്ണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കത്രിക. കത്രിക. ഓക്കെ, വണ്ടർഫുൾ. ഏതായാലും വളരെ കുറച്ച് മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ. എങ്കിലും ആ ഒരു ഭാഗ്യം അത് മഹിമയെ തന്നെയാണ് എത്തി. മഹിമയാണ് ഓർത്ത് പറഞ്ഞത്. അതുകൊണ്ട് മഹിമയ്ക്ക് ഈ റൗണ്ടിൻ്റെ 5 പോയിന്റുകൾ ലഭിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണത്? നിങ്ങൾക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്. ആരാണ് ഇത് റിവേഴ്സ് ഓർഡറിൽ പറയുക? ആദ്യം കൈവക്കണം. ഓക്കെ, മഹിമ കൈ ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. മഹിമയ്ക്ക് തുടങ്ങാം. കത്രിക, ബ്ലേഡ്, സ്റ്റാൻഡ്, കത്തി, മൈക്രോപോർ, പേഷ്യന്റ്, ഗൗൺ. വണ്ടർഫുൾ. മഹിമ നല്ല ഓർമ്മശക്തിയുള്ള ആളാണ്. അപ്പോൾ അത് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മഹിമയ്ക്ക് വീണ്ടും 5 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. അങ്ങനെ ക്യാൻ യു റിമെമ്പർ റൗണ്ടിൽ മഹിമ 10 പോയിന്റുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ക്യാൻ യു റിമെമ്പർ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്.